അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോഷ്യൽ മീഡിയയിലെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ കാണാൻ സാധിക്കുന്നത് മറിയം ജുമാന എന്ന 19-കാരിയുടെ വാർത്തയാണ്. പൈലറ്റ് ആവുകയെന്ന വലിയ ആഗ്രഹം കൈപ്പിടിയിൽ ഒതുങ്ങാനായതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം പുൽപ്പറ്റ സ്വദേശിയായ മറിയം ജുമാന. പൈലറ്റ് ട്രെയിനിംഗ് വിദ്യാർത്ഥിയായി 19-കാരി 7 മണിക്കൂർ നീണ്ട പരീക്ഷണ പറക്കൽ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന അടുത്ത കടമ്പലിലേക്കുള്ള പ്രയത്നത്തിലാണിപ്പോൾ മറിയം ജുമാന. തന്റെ ചെറുപ്പനാളു മുതലുള്ള ഏറ്റവും വലിയ ഒരു സ്വപ്നം നേടിയെടുത്തിരിക്കുകയാണ് മറിയം ജുമാന. വിമാനം പറത്തണമെന്നുള്ളതായിരുന്നു ഈ ഒരു 19-കാരിയുടെ സ്വപ്നം. വിമാനം പറത്തണമെന്ന മകളുടെ സ്വപ്നത്തിന് കൂട്ടിരുന്ന മാതാപിതാക്കൾ ആ സ്വപ്ന സാഫല്യം പുലർന്നതിൻ്റെ ആഹ്ലാദത്തിലാണിന്ന്. പുൽപ്പറ്റ തൃപ്പനച്ചി പുത്തൻപുര വീട്ടിൽ ഉമർ ഫൈസിയുടെയും ഉമൈബാനു ദമ്പതികളുടെ മകളാണ് മറിയം ജുമാന എന്ന 19-കാരി. ഈ പൊന്നുമോൾ തൻ്റെ 19-ാം വയസ്സിൽ 7 മണിക്കൂർ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വലിയ സ്വപ്നം ആദ്യം ഉപ്പയോട് പറഞ്ഞപ്പോൾ പണം കണ്ടെത്താനുള്ള നെടുവീർപ്പാണ് ഉയർന്നത്. പടച്ചോനോടുള്ള തേട്ടവും. പൊന്നുമോളെ ചേർത്തണച്ച് ഉമ്മച്ചി പറഞ്ഞു, നിന്റെ കിഡ്നി വിട്ടിട്ടാണേലും അന്നെ വിമാനം പറത്തുന്ന പൈലറ്റാക്കുമെന്ന്. ഒടുവിൽ പ്രാഥമിക കടമ്പയായ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജുമാന. ഒഴുക്കൂർ ക്രസന്റ് കോളേജിലെ 10ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് പൈലറ്റ് മോഹം ഉപ്പയോട് മകൾ പറഞ്ഞത്. ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന ആദിയിലായിരുന്നു ആ ഒരു പിതാവ്. കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം അഴിച്ചു നൽകി മാതാവ് അവളുടെ കിനാവിന് നിറം പകർന്നു. കടം വാങ്ങിയും കുറിയിൽ കൂടിയും പണം സ്വരൂപിച്ചു. കോഴിക്കോട്ടെ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി ഡൽഹിയിലെ ഏവിയേഷൻ അക്കാദമിയിലേക്ക്. ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ജൽഗോണിൽ 1 എഞ്ചിനുള്ള വിമാനത്തിൽ 7 മണിക്കൂർ പരീക്ഷണ പറക്കലും പൂർത്തിയാക്കി. 200 മണിക്കൂർ വിമാനം പറത്തി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് മറിയം ജുമാന. 10ലും +2ലും എല്ലാ വിഷയത്തിലും ജുമാന A+ നേടിയിരുന്നു. കാവുങ്ങപ്പാറ ഉമറുൽ ഫാറൂഖ് മദ്രസയിൽ നിന്ന് 10ാം തരം പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടെയാണ് ജുമാന പാസ്സായത്. അതെ, ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ജുമാന നിറയുകയാണ്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം അവൾ നേടിയെടുത്തിരിക്കുകയാണ്. ഫിനാൻഷ്യലി കുറച്ച് മണിയും കാര്യങ്ങളും ഇതിന് വേണമല്ലോ. അപ്പം പാരൻസ് ഞങ്ങൾ ഇത്ര 5 മക്കളുമാണ്. പിന്നെ അവരെ പഠിപ്പിക്കുക, പിന്നെ എന്നെയും കൂടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ ഉസ്താദ് എന്ന നിലയിലും കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഈ ഒരു പറക്കാൻ പറ്റും. പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. അതെ, പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിലൊക്കെ. എത്ര മണിക്കൂർ പറത്തിയിട്ടാണ് ഇപ്പൊ വരുന്നത് ശരിക്കും? ഇപ്പൊ ഞാൻ 7 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. 7 മണിക്കൂർ വിമാനം പറത്തിയിട്ട്, അതായത് വലിയ ഫ്ലൈറ്റ് അല്ല കേട്ടോ അല്ലെ? അല്ല, ചെറിയത് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ്. സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് പറത്തിയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് നമ്മളെ ജുമാന. ടോട്ടലി 200 ഹവേഴ്സ് ആണ്. അതിൽ 7 മണിക്കൂർ. അതിൽ 7 മണിക്കൂർ. അപ്പൊ അതില് 185 ഹവേഴ്സ് സിംഗിൾ എഞ്ചിനിൽ വേണം. സിംഗിൾ എഞ്ചിൻ ബാക്കി 20 മണിക്കൂർ. ബാക്കി 15 മണിക്കൂർ ബാക്കി ഡബിൾ എഞ്ചിൻ ആയിട്ടുള്ള. ഉമ്മച്ചി പറഞ്ഞതാണ് ഗായികയാണെന്നൊക്കെ. സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട്. ചെറിയ ചാനലുണ്ട് തോന്നുന്നല്ലേ? ചെറിയ ചാനലുണ്ട്, പക്ഷെ ഇപ്പം പാട്ടൊന്നും അപ്ലോഡ് ചെയ്യില്ല. ഇല്ല. അതില് തുടങ്ങിയത് എന്തിനാണ്? പൈലറ്റ് ആവാൻ. അതാണ് അവള് പറഞ്ഞേ, എന്റെ ഉപ്പച്ചി ഉസ്താദല്ലേ, പിന്നെ പൈലറ്റ് ആക്കാന് ഉപ്പച്ചിക്ക് കഴിയൂല. അപ്പൊ ഞാന് ഒരു ചാനല് തുടങ്ങാണ്. ഞാൻ സ്വന്തമായിട്ട്, ഓക്ക് പേടിയുണ്ട് ഉപ്പച്ചി ഉസ്താദായോണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ഉപ്പച്ചി ഒന്നും പറയാൻ നോക്കണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ടല്ലേ, നല്ലൊരു ഇതിലേക്ക് എത്താൻ വേണ്ടിട്ടാണല്ലോ, അതായത് ചെയ്ത് നോക്ക്. ഇപ്പച്ചി ചീത്ത പറയുകയാണെങ്കിൽ നമുക്കാണ് ക്യാൻസൽ ചെയ്യാൻ. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും മുസ്ലിം മതത്തിൽപ്പെട്ടവരെ ചില നിരീശ്വരവാദികളും അതുപോലെ തന്നെ വർഗീയവാദികളും കളിയാക്കാറുണ്ട്. നിങ്ങളുടെ മതത്തിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്കെല്ലാം പർദ്ദയും നിക്കാബും ഇട്ട് ഇരിക്കാനല്ലേ വിധി എന്നുള്ളത്. എന്നാൽ അവിടെയാണ് അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഈയൊരു സംഭവം. അതെ, തൻ്റെ കുടുംബം സാമ്പത്തിക പ്രയാസത്തിൽ നിൽക്കുമ്പോഴും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റിയെടുത്ത ജുമാന തന്നെയാണ് ഇന്ന് നമുക്കെല്ലാം മാതൃകയായി മാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.